വരുന്നവർക്ക് കൊടുക്കാൻ. ഈ കരുണാകര ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ തന്നെ മത്സരിക്കില്ല എന്ന് പറയാൻ കാരണം അതിന്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകും, അത് മുന്നോട്ട് പോകുന്നില്ല, സർക്കാർ പൂർണ്ണമായിട്ട് അതുകൊണ്ടാണ് അത് സീരിയസ് ആയിട്ട് പാർട്ടി എടുക്കുകയും KPC പ്രസിഡന്റിൻ്റെയും പത്മജയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന് അതിൻ്റെ കാര്യങ്ങൾക്ക് രൂപം നൽകുകയും ഏതാണ്ട് അതിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 60 ലക്ഷം രൂപ അതിനുവേണ്ടി പിരിച്ചെടുക്കുകയും ചെയ്തു. അതിപ്പോൾ 1 കോടിയായിട്ടുണ്ട്. 60 ലക്ഷം എൻ്റെ സാന്നിധ്യത്തിലാണ് DCC കൈമാറുന്നത്. അത് കാരണമല്ല. തീർച്ചയായും അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയത് കൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അല്ലാതെ കുടുംബത്തിലെ സഹോദരി ഇനിയിപ്പോൾ അങ്ങനത്തെ യാതൊരു സ്നേഹവും പിന്നെ സ്വത്ത് തർക്കമൊന്നും ഞങ്ങൾ തമ്മിലില്ല. അച്ഛൻ അങ്ങനെ അധികം സമ്പാദിച്ചു തന്നിട്ടില്ല. അച്ഛൻ സമ്പാദിച്ചൊക്കെ എല്ലാവർക്കുമായിട്ട് തന്നിട്ടുണ്ട്. സ്വത്ത് തർക്കവുമില്ല, ഒരു തർക്കമില്ല. പക്ഷേ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട് അത് സഹോദരിയാണെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് ഇല്ല. എങ്ങനെ 1% പോലും അവകാശപ്പെടാൻ പറ്റില്ല. 1% പോലും. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യകൾ നിരങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല.